ഹലോ എവറി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 5th ചാപ്റ്റർ ആണ് കേട്ടോ. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സ്കിൽസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റോൾസ് ആണ് ടീച്ചേഴ്സിനായിക്കോട്ടെ, ബാക്കി ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ, ആസ് എ മെന്റേഴ്സ് ടീച്ചേഴ്സ് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് ദ സെക്ഷൻ വിത്ത് introductory part. Vulnerability comes from the Latin word vulnus, meaning wound. ഈ വൾണറബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും ഒരു ലാറ്റിൻ വേർഡ് എന്നാണ് കേട്ടോ ഉണ്ടായത്. വൾനസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ലാറ്റിൻ വേർഡ്. ഈ ഒരു വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് വൂണ്ട്, മുറിവ് എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് മീൻസ് എ ഹൈ ചാൻസ് ഓഫ് ബീങ് ഫിസിക്കലി ഓർ ഇമോഷണലി ഹാംഡ്. ഒരു വ്യക്തി ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ വല്ലാതെ എന്താ പറയാ ഹാം ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വളരെ ഹൈ തോതിലായിരിക്കും കേട്ടോ. അതിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, vulnerable children are those at high risk of physical or emotional harm. ഈ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികള് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ അനുഭവിക്കുന്നത്. ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ വളരെ അധികം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കും കേട്ടോ. വൾണറബിലിറ്റി റിസൾട്ട്സ് ഫ്രം വേരിയസ് ഇൻഡിവിജ്വൽ ആൻഡ് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇനി ഓരോ കുട്ടികളും അനുഭവിക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഈ ഒരു വൂണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരുടെ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സും ഓരോ വ്യക്തിനെയും അനുസരിച്ചിട്ടിരിക്കും. ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആർ മോർ വൾണറബിൾ ടു ഒബ്യൂസ്. ഇൻ കേസ് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം, ഡിസബിലിറ്റി ഉള്ള കുട്ടികളോ ഇമോഷണലി കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ സെൻസറി കമ്മ്യൂണിക്കേഷനിലെ കാത് കേൾക്കാത്ത, ചെവി എന്താ പറയാ കണ്ണ് കാണാത്ത, ഇത്തരം എന്തെങ്കിലും ഡിസബിലിറ്റി അനുഭവിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അബ്യൂസ് നേരിടാനുള്ള ചാൻസ്. These children are more at risk than non-disabled children. Non-disabled കുട്ടികളെക്കാളും ഇത്തരം ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കാണ് കൂടുതൽ റിസ്ക് ഈ ഒരു അബ്യൂസുകൾ നേരിടാനായിട്ട് നമുക്ക് പറയാം. The UNCRC requires governments to take steps to prevent and protect children from all type of അബ്യൂസ്. നമ്മുടെ ഈ ഒരു UNCRC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈൽഡ് റൈറ്റ് ഏജൻസി അല്ലെ, ഇവര് ഗവൺമെന്റിനോട് പറയുന്ന എന്താണ്, ഇത്തരം കുട്ടികൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രിവെന്റ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കണം എന്നുള്ളതാണ് UNCRC ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ദ ചിൽഡ്രൻ ഇൻ വൾണറബിൾ സിറ്റുവേഷൻ. നമ്മുടെ കുട്ടി ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എന്തായാലും അത്തരം പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചില വാർണിംഗ് സൈൻസ് കാണിക്കും അല്ലെ. അത് ബിഹേവിയറലി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സൂചന നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇനി വേരിയസ് ടൈപ്സ് ഓഫ് അബ്യൂസുകൾ എന്തൊക്കെയാണ്, നെഗ്ലക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെ വളരെ സ്കില്ലായിട്ട് അല്ലെങ്കിൽ ടാക്ടിക്കലി നമുക്ക് ഈ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യാം, ടീച്ചേഴ്സിന്റെ റോൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യത്തില്, ടീച്ചേഴ്സ് എങ്ങനെയാണ് ഒരു മെന്റർ ആയിട്ട് നമ്മുടെ കുട്ടികളോട് ആക്ട് ചെയ്യേണ്ടത്, ഇത്തരം നമ്മൾ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐഡന്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ വൾണറബിൾ സിറ്റുവേഷൻ. നമ്മുടെ കുട്ടി ഒരു പ്രശ്നത്തിലാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ ഇത്തരം പ്രോബ്ലംസ് അനുഭവിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും കേട്ടോ. അവരെയാണ് നമ്മൾ വൾണറബിൾ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇനി വൾണറബിൾ ചിൽഡ്രൻ മേ ഇൻക്ലൂഡ് ചിൽഡ്രൻ ഹു ആർ ഓർഫൻഡ്, ചിൽഡ്രൻ ലാക്കിംഗ് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ പറഞ്ഞു വൾണറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും നേരിടുന്നത് എന്തെങ്കിലും കുറവുകളുള്ള കുട്ടികളായിരിക്കും. എല്ലാം തികഞ്ഞ കുട്ടികൾക്ക് ഒരിക്കലും ഇത്തരം അതിക്രമങ്ങൾ നേരിടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കില്ല. അവരെ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പൊ വൾണറബിലിറ്റി അല്ലെങ്കിൽ ഇത്തരം അബ്യൂസുകൾ നേരിടുന്ന കുട്ടികൾ മേ ബി അനാഥരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്ത കുട്ടികളായിരിക്കാം, സ്കൂളിലോട്ട് പോവാത്ത കുട്ടികൾ, അല്ലെങ്കിൽ
എപ്പോഴും ഇത്തരം അബ്യൂസുകൾ ഫേസ് ചെയ്യുന്ന കുട്ടികള്, ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന കുട്ടികള്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന കുട്ടികൾ, ഇത്തരം കുട്ടികളാണ് വൾണറബിൾ സിറ്റുവേഷൻസിൽ അധികവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം സിറ്റുവേഷനിലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് വൾണറബിലിറ്റി ഇൻ ചിൽഡ്രൻ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വൾണറബിൾ അല്ലെങ്കിൽ ഇത്തരം പ്രോബ്ലങ്ങൾ ഉണ്ടാവുന്നത് നോക്കാട്ടോ. ഫിസിക്കൽ, ഇമോഷണൽ, ഹെൽത്ത് ഓർ എഡ്യൂക്കേഷണൽ നീഡ്സ്. ഇത്തരം ഫിസിക്കലി, ഇമോഷണലി ഒക്കെ, ഹെൽത്ത് വൈസ് ഒക്കെ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഇങ്ങനെ അബ്യൂസുകൾ നേരിടാനുള്ള ചാൻസ് കൂടുതലാണ്. റിസ്ക് ഓർ പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഹാം. ഓൾറെഡി പണ്ട് കാലങ്ങളിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ വീണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട്. കെയർ ഗീവേഴ്സ് അൺഏബിൾ ടു പ്രൊവൈഡ് എ സേഫ് എൻവയോൺമെന്റ്. നമ്മളെ നോക്കുന്നത് ആരാണോ, അത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ബാക്കി നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് നമുക്കൊരു സേഫ് എൻവയോൺമെന്റ് തരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി കുട്ടികൾ വൾണറബിൾ സിറ്റുവേഷനിലോട്ട് എത്താം. ലാക്ക് ഓഫ് സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ്. നമ്മുടെ ഫാമിലിയുടെ കയ്യിൽ നിന്നും, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും, കമ്മ്യൂണിറ്റിയിൽ നിന്നും നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, റെക്കഗ്നൈസിംഗ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വൾണറബിൾ സിറ്റുവേഷൻസ് ഫോർ ചിൽഡ്രൻ. ഇനി കുട്ടികള് ഇത്തരം പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നേരിടുന്നത് നോക്കാം കേട്ടോ. എല്ലാവരും ഒരേ കൈൻഡ് ഓഫ് പ്രോബ്ലം ആണോ നേരിടുന്നത്? അല്ല, പല പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസ് ഉണ്ട്. അതിനെയാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ വൾണറബിലിറ്റി, സെക്കൻഡ് വൺ ഇമോഷണൽ വൾണറബിലിറ്റി, തേർഡ് വൺ സോഷ്യൽ വൾണറബിലിറ്റി, ഫോർത്ത് വൺ എൻവയോൺമെന്റൽ വൾണറബിലിറ്റി. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇതിൽ ഏത് കാറ്റഗറി ഓഫ് വൾണറബിലിറ്റി വേണമെങ്കിലും നേരിടാട്ടോ. അത് അവരുടെ സിറ്റുവേഷൻ ആൻഡ് എൻവയോൺമെന്റ് അനുസരിച്ചിട്ടിരിക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ വൾണറബിലിറ്റി. അതായത് ഫിസിക്കലി നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഇതൊന്നും കിട്ടാത്ത കുട്ടികൾക്ക് പല തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതായത് ഭക്ഷണം, നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യമാണ് ഭക്ഷണം, വസ്ത്രം, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ. ഇതെല്ലാം ഇല്ലാത്ത കുട്ടികൾ ആണ് ഫിസിക്കൽ വൾണറബിലിറ്റി നേരിടുന്നത്. അതുപോലെ തന്നെ HIV പോലത്തെ എയ്ഡ്സ് പോലെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് കുട്ടികൾ, ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ലേൺ ചെയ്യാൻ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഒക്കെയാണ്. ഇതെല്ലാമാണ് ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കലി നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. നെക്സ്റ്റ്, ഇമോഷണൽ വൾണറബിലിറ്റി. ഒരു കുട്ടീനെ നമ്മൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അതായത് അത്തരം കുട്ടികൾക്ക് പാരന്റൽ ലവ് ഉണ്ടായിരിക്കില്ല, കുറവായിരിക്കും. ഒരു കെയർ ആൻഡ് സപ്പോർട്ട് ഒന്നും പാരന്റ്സിന്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. അവർ ഇമോഷണലി വൾണറബിൾ ആയിരിക്കും. കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് സ്പേസ് ടു എക്സ്പ്രസ് ഫീലിംഗ്. ഇവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല, ആരുടെ ഒരു ഓപ്പൺ അപ്പ് ആയിട്ട് അവരുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. എഫക്ട്സ് ഇമോഷണൽ വെൽബീയിങ് ആൻഡ് ഫാമിലി ബോണ്ടിങ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ കുട്ടികളുടെ ഓവറോൾ ഒരു വെൽബീയിങ്ങിനെയും അവരുടെ ഫാമിലി ബോണ്ടിങ്ങിനെയും എല്ലാം എഫക്ട് ചെയ്യും കേട്ടോ. നെക്സ്റ്റ്, സോഷ്യൽ വൾണറബിലിറ്റി. ഒരു കുട്ടി സോഷ്യലി വൾണറബിൾ നമുക്ക് എപ്പോഴാ പറയാൻ പറ്റാം എന്നറിയോ? അതായത് ഹാപ്പൻസ് വെൻ ചിൽഡ്രൻ ലാക്ക് ഫ്രണ്ട്സ് ഓർ റോൾ മോഡൽസ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ആരും അല്ലാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ, നമുക്ക് നല്ലൊരു റോൾ മോഡൽ ആയിട്ട് കണക്കാക്കാൻ ആളുകൾ ഇല്ലെങ്കിൽ ഒക്കെ നമ്മൾ സോഷ്യലി വൾണറബിൾ ആയിരിക്കും അത്തരം കുട്ടികൾ. they don't get help during tough times. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സമയത്ത് നമുക്ക് അതില്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വളരെ ഒറ്റപ്പെട്ടു പോകും അല്ലെ. പുവർ ഓർ അൺസേഫ് നൈബർഹുഡ്സ് ആൻഡ് സ്കൂൾസ് ഇൻക്രീസ് സോഷ്യൽ റിസ്ക്. ഒരിക്കലും നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമുക്ക് ഒരു തരത്തിലും സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഒരു റിസ്ക് ആയിട്ടുള്ളത്. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഹാപ്പി പ്ലേസ് അല്ലേ. അതിന് മറിച്ച് അതല്ലാതെ സ്കൂൾ എന്ന് പറയുന്നത് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സോഷ്യൽ വൾണറബിൾ ആവാൻ അല്ലെങ്കിൽ വൾണറബിലിറ്റി നേരിടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എങ്ങനെ നമുക്ക് എൻവയോൺമെന്റൽ വൾണറബിലിറ്റിനെ കാണാമെന്നറിയോ? കോസ്ഡ് ബൈ പ്രോബ്ലംസ് ഇൻ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. അതായത്
ഒരു വ്യക്തി ജീവിക്കുന്ന കുടുംബത്തിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും. അത് പോവർട്ടി ആവാം, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ പുവർ കണ്ടീഷൻസ് ആവാം, ഫാമിലി സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അബ്യൂസ് നേരിടുമ്പോൾ, സ്കൂൾ ഒരു സേഫ്റ്റി പ്ലേസ് അല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു നൈബേഴ്സ്, നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അയൽവാസി എന്ന് പറയുന്ന ആളുകൾ നമുക്ക് ഒരിക്കലും സേഫ് അല്ല എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം എൻവയോൺമെന്റൽ വൾണറബിലിറ്റിയിൽ പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ഒരിക്കലും നമുക്കൊരു ഫേവറബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ വൾണറബിലിറ്റി ഇൻ ചിൽഡ്രൻ. അതായത് കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് എങ്ങനെയൊക്കെയാന്നുള്ളത് നോക്കാം. സൈൻ ഓഫ് വൾണറബിലിറ്റി ക്യാൻ ബി സീൻ ഇൻ ചൈൽഡ്സ് ഫാമിലി സറൗണ്ടിങ്സ് ഓർ ബിഹേവിയർ. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ ചുറ്റിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കുട്ടികൾക്ക് നേരിടുന്നുണ്ടാവും. ബിഹേവിയറൽ വൈസ് എല്ലാം കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. ദീസ് സൈൻ ഹെൽപ്പ് ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഐഡന്റിഫൈ ആൻഡ് സപ്പോർട്ട് വൾണറബിൾ ചിൽഡ്രൻ. അപ്പോൾ ഒരു കുട്ടി വളരെ യാദൃശികമായിട്ട് ആ കുട്ടിയുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലല്ലോ, അതിന്റെ പുറകിൽ എന്തായാലും ഒരു റീസൺ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ തന്നെ പഠിക്കുന്ന ടീച്ചേഴ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, കൗൺസിലേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്നും റിക്കവറി ചെയ്യാനുള്ള എല്ലാ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സിന് സാധിക്കണം. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വൾണറബിലിറ്റി ഫോർ ചിൽഡ്രൻ ഇൻ ഇൻഡിവിജ്വൽ കോണ്ടെക്സ്റ്റ്. അതായത് ഒരു വ്യക്തി ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. ഇൻഡിവിജ്വലി ഒരു വ്യക്തിനെ എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത്. ഫിസിക്കൽ ഡിസബിലിറ്റി ഓർ ലോങ് ടേം ഇൽനെസ്. ഫിസിക്കലി എന്തെങ്കിലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, നമ്മൾ പറഞ്ഞു ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത കുട്ടികളാണ് അല്ലെ, അത്തരം വ്യക്തികളാണ് ഇത്തരം വൾണറബിലിറ്റി നേരിടാനുള്ള ചാൻസ്. ഓർ ലോങ് ടേം ഇൽനെസ്, അതായത് ജനിച്ചത് മുതലേ, പ്രസവം തൊട്ടേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്തെങ്കിലും ഒരു ഇൽനെസ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളും വൾണറബിലിറ്റിയിലോട്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള അബ്യൂസുകൾ നേരിടാൻ ചാൻസ് ഉണ്ട്. ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഒരു കുട്ടിക്ക് ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവര് പലതരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്ഷൽ അബ്യൂസുകൾ നേരിടും. ചൈൽഡ് ഓഫൺ ലുക്ക് സാഡ്, ടയേർഡ്, സ്ലീപ്പി ഓർ വിയേഴ്സ് ഡേർട്ടി ക്ലോത്ത്സ്. നമ്മുടെ കുട്ടികളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, അവർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, ഭയങ്കര ക്ഷീണം തോന്നും അവരെ കാണുമ്പോൾ. മുഖം കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു ഉറക്കച്ചടവുള്ള പോലെ അല്ലെ, അല്ലെങ്കിൽ ഡ്രസ്സിങ് എല്ലാം കണ്ടാൽ വളരെ നീറ്റ് ആയിട്ട് മുന്നേ ഡ്രസ് ചെയ്തിരുന്ന ഒരു കുട്ടി ഇപ്പൊ വളരെ ഡേർട്ടി ആയിട്ട് ഒരു ക്ലീൻ അല്ലാത്ത രീതിയിൽ ഡ്രസ് ചെയ്ത് വരാം. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടി എന്തൊക്കെയോ പ്രോബ്ലംസ് നേരിടുന്നുണ്ട് എന്നുള്ളത്. യൂസ് ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക് ആൽക്കഹോൾ, സിഗരറ്റ്സ് ഓർ ഡ്രഗ്സ്. ഇത്തരം യൂസേജ് വളരെ കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കും. പെർഫോമിംഗ് പുവർലി ഇൻ സ്കൂൾസ് ഓർ സ്കിപ്പിംഗ് സ്കൂൾസ്. വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പിന്നീട് പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടാവുക, അല്ലെങ്കിൽ സ്കൂൾ ഒരിക്കലും മിസ്സാക്കാത്ത കുട്ടികൾ പിന്നീട് സ്കൂൾ മിസ്സാക്കാനുള്ള അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇതിനെല്ലാം നമുക്കൊരു സൂചന ലഭിക്കും ഈ കുട്ടി എന്തൊക്കെയോ ഒരു വൾണറബിൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വൾണറബിലിറ്റി ഫോർ ചിൽഡ്രൻ ഇൻ ഫാമിലി സിറ്റുവേഷൻസ്. ഒരു നല്ല ഫാമിലി സിറ്റുവേഷനിൽ വന്നു പോകുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നല്ല ഒരു ഫാമിലി സിറ്റുവേഷനിലുള്ള ഒരു കുട്ടി എങ്ങനെ ഇത്തരം പ്രോബ്ലംസിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ലിവിങ് വിത്ത് എ സിംഗിൾ പാരന്റ്. ഇനി പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടും അച്ഛൻ മാത്രമായിരിക്കും കുട്ടിനെ നോക്കുന്നത്, അമ്മ മാത്രമായിരിക്കും കുട്ടിനെ നോക്കുന്നത്. അത്തരം കേസസിൽ നമുക്കൊരു പ്രോപ്പർ ഒരു പാരന്റിങ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുട്ടികൾ പലതരത്തിലുള്ള ഇഷ്യൂസ് നേരിടാൻ ചാൻസ് ഉണ്ട്. പാരന്റ്സ് ഓർ കെയർ ഗിവേഴ്സ് അൺഎബിൾ ടു ടേക്ക് പ്രോപ്പർ കെയർ. ഒരു പ്രോപ്പർ കെയർ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഡിസേബിൾഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള പാരന്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള അല്ലെ, എണീക്കാൻ കഴിയാതെ എപ്പോഴും കിടക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ, ഇവർക്ക് ആർക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാൻ കുട്ടികൾക്ക് സാധിക്കില്ല. അത്തരം കുട്ടികൾ ഫാമിലി സിറ്റുവേഷൻസ് കാരണം ഇത്തരം വൾണറബിൾ സിറ്റുവേഷൻ നേരിടാൻ ചാൻസ് ഉണ്ട്. പാരന്റ്സ് ഡോണ്ട് ഹാവ് റിസോഴ്സസ് ടു ഗീവ് ഗുഡ് കെയർ
ടു മെനി ചിൽഡ്രൻ ഫോർ പാരന്റ്സ് ടു മാനേജ് പ്രോപ്പർലി. അത് ശരിയാണ്. നമുക്ക് ഒരുപാട് കുട്ടികളുള്ള പാരന്റ്സ് ആകുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഒരു കെയർ കൊടുക്കാൻ കഴിയില്ല അല്ലെ. അത്തരം കുട്ടികളെല്ലാം പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നേരിടാൻ ചാൻസ് ഉണ്ട്. പാരന്റ്സ് ആർ ഓൾവേസ് അവേ ഓർ നോട്ട് ഗൈഡിങ് ചിൽഡ്രൻ. പാരന്റ്സ് ചിലപ്പോൾ വളരെ ദൂരെ വേറെ ഏതെങ്കിലും ജോലി ചെയ്യായിരിക്കും, ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും കുട്ടികൾ താമസിക്കുന്നത്. അത്തരം കേസസിലുള്ള ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാരണം പല പ്രോബ്ലംസും കുട്ടികൾ നേരിടാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വൾണറബിലിറ്റി ഫോർ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന കുട്ടി എങ്ങനെയൊക്കെയാണ് ഇത്തരം പ്രോബ്ലംസ് നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ലിവിങ് ഇൻ ഡേഞ്ചറസ് ഓർ അൺസേഫ് ഏരിയാസ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെ. അപ്പോൾ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഏരിയയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു പോരുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് നേരിടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ ബേസിക് ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ ഇലക്ട്രിസിറ്റിയോ ഷെൽട്ടറോ ഒന്നും ലഭിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ സ്കൂളിങ്ങോ ട്രാൻസ്പോർട്ടേഷനോ ഇവൻ ഒരു മെഡിക്കൽ സപ്പോർട്ടോ ഒന്നും കുട്ടികൾക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ അല്ലെ, എല്ലാം കുട്ടികൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് നേരിടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ യങ് ഏജിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ക്രൈമിലോ ഗാങ്സിലൊക്കെ കുട്ടികൾ പോയി നേരിടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്തരം കമ്മ്യൂണിറ്റി നമുക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് പ്രശ്നത്തിൽ കുട്ടികൾ നേരിടാട്ടോ, കുട്ടികൾ ചാടാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, ഇറ്റ്സ് വേരിയസ് ടൈപ്സ് ആൻഡ് ദെയർ ഫാക്ടേഴ്സ്. നമുക്ക് എന്തൊക്കെ ചൈൽഡ് അബ്യൂസുകളാണ് കുട്ടികൾ നേരിടുന്നത്, ഓക്കെ, എന്തൊക്കെ വേരിയസ് ടൈപ്സ് ഉണ്ട്, അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ചൈൽഡ് അബ്യൂസ് ഹാപ്പൻസ് വെൻ സംവൺ ഹാംസ് എ ചൈൽഡ്സ് ബോഡി, ഇമോഷൻസ് ഓർ ഡെവലപ്മെന്റ്. ഒരു ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഒരു കുട്ടീനെ ഫിസിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാം ചെയ്യുകയാണെങ്കിൽ, മെന്റലി ഇമോഷണലി ആ കുട്ടീനെ നമ്മൾ ഹാം ചെയ്യുകയാണെങ്കിൽ, ആ കുട്ടീന്റെ വളർച്ചേനെ എല്ലാ തരത്തിലും നമ്മൾ വിപരീതമായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിനെയാണ് ചൈൽഡ് അബ്യൂസ് എന്ന് പറയാട്ടോ. 4 ടൈപ്പ് ഓഫ് അബ്യൂസുകളാണ് സാധാരണമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്. ഇതാണ് 4 ബേസിക് ആയിട്ടുള്ള കാറ്റഗറി ചെയ്തിട്ടുള്ളത് അബ്യൂസിനെ. എന്തൊക്കെയാണ് ഈ അബ്യൂസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഫിസിക്കൽ അബ്യൂസ്. ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പർപ്പസ്ഫുള്ളി ഒരു കുട്ടിയുടെ ബോഡി നമ്മൾ എന്താണ് ഹേർട്ട് ചെയ്യാണ് അല്ലെ, ആ കുട്ടീനെ അടിക്കുക, കുത്തുക, അല്ലെങ്കിൽ നമ്മൾ കടിക്കുക, ബൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് എറിയുക, അല്ലെങ്കിൽ എന്താണ് കുട്ടീനെ മനഃപൂർവ്വം നമ്മൾ ബേൺ ചെയ്യുക, ലൈക്ക് ഒരു ലൈറ്റർ വെച്ചിട്ട് ബേൺ ചെയ്യുക. ഇങ്ങനെ ഫിസിക്കലി നമ്മളൊരു കുട്ടീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെക്ഷൽ അബ്യൂസ്. സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ ആ കുട്ടീനെ എന്തെങ്കിലും ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലോട്ട് പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ആ കുട്ടീനെ ഫോഴ്സ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പേഴ്സണൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുക, അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിൽ എൻഗേജ് ചെയ്യാൻ ആ കുട്ടീനെ നിർബന്ധിക്കുക, കുട്ടിയുടെ താല്പര്യമില്ലാതെ കുട്ടീനെ കിസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരം സെക്ഷൽ ഒരു ചൊവ്വയുള്ള ടെക്സ്റ്റുകൾ അയക്കുക, മെസ്സേജ് അയക്കുക, ഇമെയിൽസ് അയക്കുക, ഇതെല്ലാം സെക്ഷൽ അബ്യൂസിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ഇമോഷണൽ അബ്യൂസ്. അതായത് നമ്മളൊരു വ്യക്തിനെ ഫീലിങ്സ് തൊട്ട് കളിക്കുക അല്ലെ, ആ കുട്ടീനെ ഫീലിങ്സ് നമ്മൾ ഹേർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. സേയിങ് ഹേർട്ട്ഫുൾ ഓർ മീൻ തിങ്സ് ഓൾ ദ ടൈം. എപ്പോഴും ആ കുട്ടീനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ആ കുട്ടിക്ക് വേദനയാവുന്ന കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. മേക്കിംഗ് ദ ചൈൽഡ് ഫീൽ അൺലവ്ഡ് ഓർ വർത്ത്ലെസ്. ഞാനൊരു വർത്തി ആയിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള രീതിക്ക് കുട്ടീനെ എന്താണ് മാറ്റിയെടുക്കുക. ഇതെല്ലാം ഇമോഷണലി കുട്ടീനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെഗ്ലക്ട്. Neglect happens when a caregiver doesn't give a child the basic things they need. എപ്പോഴും നമ്മൾ നെഗ്ലക്ട് എന്ന് പറയുന്നത് എന്താ? മാറ്റി നിർത്തുക അല്ലെ. നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും നമുക്ക് കിട്ടാതിരിക്കുന്നതിനെയാണ് നെഗ്ലക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബേസിക് ആയിട്ടൊരു കുട്ടിക്ക് ആവശ്യമുള്ള കാര്യം എന്താ? ഫുഡ് വേണം, ഷെൽട്ടർ വേണം, ഒരു നല്ലൊരു ക്ലീനിങ് ലിവിങ് കണ്ടീഷൻസ് വേണം അല്ലെ, നല്ല ക്ലോത്ത്സ് വേണം, തണുപ്പുള്ള സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ്, ചൂടായിരിക്കുന്ന സമയത്ത് വാം ആയിട്ടുള്ള ക്ലോത്ത്സ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ, സൂപ്പർവിഷൻ, ഇതെല്ലാം നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും ഒരു കുട്ടിക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി നെഗ്ലക്റ്റ് ആണ് അനുഭവിക്കപ്പെടുന്നത് കേട്ടോ. സോ അബ്യൂസ് 4 തരത്തിലാണ് ഉള്ളത്. നമ്മൾ എന്തൊക്കെയാന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്.
അടുത്തത് വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് വേരിയിങ് ടൈപ്സ് ഓഫ് ചൈൽഡ് അബ്യൂസ്. നമ്മൾ ഇനി പറഞ്ഞു ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് എല്ലാം പറഞ്ഞു അല്ലെ. അപ്പോ നമ്മുടെ കുട്ടി ഇതിലേതെങ്കിലും ഒരു അബ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കുട്ടികൾ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുക എന്നുള്ളത് നോക്കാട്ടോ. എ ചൈൽഡ് ഹു ഈസ് അബ്യൂസ്ഡ് മേ ഫീൽ ഗിൽറ്റി, അഷെയിംഡ് ഓർ സ്കെയർഡ്. ഇത്തരം എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുട്ടികൾ എപ്പോഴും ഭയങ്കര അവർക്ക് അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഷെയിം ഫീലിംഗ് ആയിരിക്കും, ഒരു പേടി അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ഇതിൽ പോയി ചാടിയല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു ഗിൽട്ട് ഫീൽ എപ്പോഴും ആ കുട്ടിയിൽ ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു വാച്ച് ഫോർ റെഡ് ഫ്ലാഗ്സ് ലൈക്ക് സഡൻ ചേഞ്ച് ഇൻ ബിഹേവിയർ. അതായത് ഇത്തരം ചൈൽഡ് അബ്യൂസ് നേരിടുന്ന കുട്ടികൾ പെട്ടെന്ന് അഗ്രസീവ് ആയിരിക്കും, പെട്ടെന്ന് ഒരു ബിഹേവിയറൽ ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. ദേഷ്യപ്പെടുക, പെട്ടെന്ന് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാം, ഹൈപ്പർ ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ വളരെ ക്വയറ്റ് ആയിട്ട് എന്താ പറയാ ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ പോയിരിക്കുക, അങ്ങനത്തെ സ്കൂൾ പെർഫോമൻസിൽ വളരെ മോശമായിട്ടിരിക്കുക, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, പേടി, അല്ലെങ്കിൽ രാത്രിയിൽ സ്വപ്നം കാണാം. ഇത്തരം പ്രോബ്ലംസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടി എന്തോ ഒരു ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ വളരെ ക്ലീൻ ആയിട്ട് നടന്നിരുന്ന കുട്ടി പിന്നെ ഡേർട്ടി ആയിട്ട് ഒരു പ്രോപ്പർ ഹൈജീൻ ഇല്ലാതെ നടക്കുക, സ്കൂള് പോവാതിരിക്കുക, അല്ലെ, നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ ഡിസൊബീഡിയന്റ് ആയിട്ട് ഇരിക്കുക, അവരെ തന്നെ കുത്തി നോവിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യനെ കുറിച്ച് സംസാരിക്കുക. ഇതെല്ലാം ചില വാർണിംഗ്സ് ആണ്, ഇതെല്ലാം ചില സിംറ്റംസ് ആണ്. ഇത് കുട്ടികൾ കാണിക്കും. അവരെന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു സിംറ്റംസ് എന്തായാലും കാണിക്കും. അത് നമ്മൾ ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ അത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, സൈൻ ആൻഡ് സിംറ്റംസ് ഓഫ് ഫിസിക്കൽ അബ്യൂസ്. ഒരു കുട്ടി ഫിസിക്കലി അബ്യൂസ് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നോക്കാം കേട്ടോ. ഇഞ്ചുറീസ് ദാറ്റ് ഡോണ്ട് മാച്ച് വാട്ട് ദ ചൈൽഡ് സേസ് ഹാപ്പൻഡ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഞ്ചുറി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിപ്പോ ഒരു ബ്രോക്കൺ ബോൺ, അതായത് നമുക്ക് കുട്ടിയുടെ എല്ല് എവിടെയെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടായിരിക്കും, മേ ബി സിഗരറ്റ് ലൈറ്റ് വെച്ച് ബേൺ ചെയ്ത എന്തെങ്കിലും പാടുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇഞ്ചുറി, ട്രൈസ് ടു അവോയ്ഡ് ബീങ് ടച്ച്ഡ് ഓർ ഫിയേഴ്സ് ഫിസിക്കൽ കോണ്ടാക്ട്. നമ്മളൊരു കുട്ടീനെ തൊടുമ്പോ, അല്ലെങ്കിൽ നമ്മൾ തൊടുന്നത് വളരെ പേടിയായി മാറുക, അല്ലെങ്കിൽ നമ്മൾ തൊടാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുക, വീട്ടിലോട്ട് പോവാൻ പേടി കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് അത് ആരും കാണരുത് എന്ന് വിചാരിച്ചിട്ട് അത് മറച്ചു വെക്കുക. ഇതെല്ലാം ഒരു കുട്ടി ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സൂചനകളാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക, ഇതെല്ലാം നമ്മളെ കുട്ടികൾ ബേസിക് ആയിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ്, വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സെക്ഷൽ അബ്യൂസ്? ഒരു കുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നറിയോ? അവോയ്ഡ് എ സ്പെസിഫിക് പേഴ്സൺ വിത്ത് നോ ക്ലിയർ റീസൺ. നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഇല്ലാതെ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ വേദന അനുഭവിക്കുക, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രൈവറ്റ് പാർട്സിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുന്ന കേസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്തെങ്കിലും കുട്ടികളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, വീട് വിട്ടു പോവുക കുട്ടികള്, ഇതെല്ലാം എന്താ പറയാ, ഇതെല്ലാം കുട്ടികൾ എന്തൊക്കെയോ സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട് എന്നുള്ള സിംറ്റംസ് ആണ്. ഇനിയും തന്റെ പ്രായത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത തരത്തിൽ സെക്ഷൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ളവരോട് ഒരിക്കലും നോർമൽ അല്ലാത്ത രീതിയിൽ ചില സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുക. ഇതെല്ലാം നമ്മുടെ കുട്ടികൾ എന്തോ ഒരു സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട് അല്ലെങ്കിൽ നേരിട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സൂചനകളാണ് കേട്ടോ. നെക്സ്റ്റ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഇമോഷണൽ അബ്യൂസ്. ഇനി ഇമോഷണലി കുട്ടി എന്തെങ്കിലും അറ്റാക്ക് നേരിട്ടിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം നോക്കാം. ഹാവ് ഡിലേഡ് ഓർ അൺയൂഷ്വൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാക്ക് കോൺഫിഡൻസ് ഓർ ഹാവ് ലോ സെൽഫ് എസ്റ്റീം. വളരെ കോൺഫിഡന്റ് ആയിരുന്ന ഒരു കുട്ടി പിന്നീട് പെട്ടെന്ന് കോൺഫിഡൻസിൽ ഒരു കുറവ് കാണുക, അല്ലെങ്കിൽ സ്വയം ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാതിരിക്കുക, ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക, ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാണിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടെല്ലാം ഒരു അഫെക്ഷൻ നമുക്ക് കാണിക്കാൻ ഒരു കുട്ടി ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്, അല്ലെ, അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ കുട്ടി താല്പര്യപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോവാൻ താല്പര്യപ്പെടാതിരിക്കുക, ആ കുട്ടിക്ക് വളരെ കുറവ് മാർക്ക് കിട്ടുക,
അല്ലെങ്കിൽ എന്താ പറയാ സ്കൂളിലോട്ട് പോകാനെങ്കിലും താല്പര്യം കാണിക്കാതിരിക്കുക. ഇത്തരം സിംറ്റംസ് എല്ലാം ആ കുട്ടി എന്തൊക്കെയോ ഇമോഷണൽ അബ്യൂസ് നേരിടുന്നുണ്ട് അല്ലെങ്കിൽ നേരിട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സിംറ്റംസ് ആണ്. ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അവരുടെ ബിഹേവിയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് അബ്യൂസ് ആണ് നേരിടുന്നത് എന്നുള്ളത്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് നെഗ്ലക്ട്, അതായത് എന്നെ ആർക്കും വേണ്ട അല്ലെങ്കിൽ എന്നെ ആരും നോക്കുന്നില്ല, ഞാൻ ആർക്കും ഒരു കെയറിങ് ആയിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു തോന്നൽ കുട്ടികൾ എങ്ങനെ കാണിക്കാന്നറിയോ? ബി ഡേർട്ടി ഓർ ഹാവ് പ്യുവർ ഹൈജീൻ. നമ്മൾ ആരും നോക്കാനില്ലെങ്കിൽ ആ കുട്ടി വളരെ ഡേർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്യുവർ ഹൈജീൻ ഉണ്ടായിരിക്കില്ല അല്ലെ. ഒരു നല്ല വസ്ത്രം ധരിക്കാതിരിക്കുക, ഈ ടു മച്ച് അറ്റ് വൺ മീൽ ആൻഡ് സേവ് ഫുഡ് ഫോർ ലേറ്റർ. അതായത് നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മളിപ്പോ സ്കൂളിൽ നിന്നാണെങ്കിലും കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം എല്ലാം വേറൊരു സമയത്തോട്ട് നമ്മൾ മാറ്റി വെക്കുക. കാരണം കുട്ടിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി എന്തോ ഒരു നെഗ്ലക്ട് ഇഷ്യൂ നേരിടുന്നുണ്ട് എന്നുള്ളത്. ബി ലെഫ്റ്റ് അലോൺ ഓർ വിത്ത് യങ് ചിൽഡ്രൻ, ബി അണ്ടർ വെയ്റ്റ് ഓർ നോട്ട് ഗ്രോയിങ് പ്രോപ്പർലി. നമ്മളെ ക്ലാസ്സിൽ ഒരു കുട്ടി അണ്ടർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു വളർച്ച കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി മേ ബി വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇഷ്യൂ നേരിടുന്നുണ്ടാവും അല്ലെ. ആ കുട്ടിക്ക് വേണ്ട ഫുഡോ കാര്യങ്ങളോ ഒന്നും മേ ബി കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടായിരിക്കില്ല. ആ കുട്ടി എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് നെഗ്ലക്ട് നേരിടുന്ന കുട്ടിയായിരിക്കും. ഹാവ് പുവർ സ്കൂൾ അറ്റൻഡൻസ്, സ്കൂളിലോട്ട് വരാൻ കാരണം പാരന്റ്സിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കെയർ ഗിവേഴ്സിന്റെ സൈഡിൽ നിന്നോ ശ്രദ്ധയുള്ള കുട്ടികളല്ലേ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുള്ളൂ. കറക്റ്റ് ആയിട്ട് സ്കൂളിൽ വരും, വളരെ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, പ്രോപ്പർ ഡ്രസ്ഡ് ആയിരിക്കും, ഫുഡും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരും, അവർ വളരെ ഹെൽത്തി ആയിരിക്കും. ഇതൊന്നുമില്ലാത്ത കുട്ടികൾ എന്തോ ഒരു കൈൻഡ് ഓഫ് നെഗ്ലക്ട് നേരിടുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അപ്പൊ നമ്മളെ കുട്ടികൾ കാണിക്കുന്ന സിംറ്റംസിൽ നിന്നും നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും എന്ത് പ്രശ്നമാണ് കുട്ടി നേരിടുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി പാരന്റൽ ബിഹേവിയർ വാർണിംഗ് സൈൻസ്. പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഇനി എന്തൊക്കെ ഒരു ബിഹേവിയറൽ സൈൻ നമുക്ക് കാണാമെന്ന് നോക്കാം കേട്ടോ. ദ പാരന്റ് ഓർ കെയർ ഗീവർ ഡസൻ സീം കൺസേൺ അബൌട്ട് ദ ചൈൽഡ്. തന്റെ കുട്ടീനെ കുറിച്ചിട്ട് പാരന്റ് ഒരു തരത്തിലും കൺസേൺ അല്ല എന്നുണ്ടെങ്കിൽ ആ പാരന്റിന് എന്തോ ബിഹേവിയറൽ ഇഷ്യൂ ഇല്ലേ? യെസ്. കാൺ ടെൽ ഇഫ് ദ ചൈൽഡ് ഇസ് ഹേർട്ട് ഓർ അപ്സെറ്റ്, ബ്ലെയിംസ് ദ ചൈൽഡ് ഓഫൺ ഫോർ പ്രോബ്ലംസ്. എന്ത് കാര്യത്തിനും വെറുതെ കുട്ടികളോട് ചൂടാവുക, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ കുട്ടീനെ ബ്ലെയിം ചെയ്യുക, ഇതെല്ലാം കുട്ടീനെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്സെറ്റ് ആക്കാനുള്ള പല കാര്യങ്ങളും പറയുക, ഇതെല്ലാം പാരന്റ്സ് എന്തോ ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്നതിനുള്ള സൈൻ ആണ്. ടോക്സ് ബാഡ്ലി അബൌട്ട് ദ ചൈൽഡ് യൂസിങ് നെഗറ്റീവ് വേർഡ്സ് ലൈക്ക് വർത്ത്ലെസ് ഓർ എവിൽ. തന്റെ കുട്ടീനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്റെ കുട്ടി വർത്ത്ലെസ് ആണ്, അവൻ ഒന്നിനും കൊള്ളില്ല, അവനൊരു ഇവിളാണ്, ഹീസ് വെരി ബാഡ് എന്നൊരു പാരന്റ് പറയണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പാരന്റൽ ബിഹേവിയർ ആ ഒരു പാരന്റിന് ഇല്ലേ? യെസ്. എക്സ്പെക്ട് ടു മച്ച് ഫ്രം ദ ചൈൽഡ് ഫിസിക്കലി ഓർ അക്കാഡമിക്കലി. അതായത് ഫിസിക്കലി എന്റെ കുട്ടി ഇതെല്ലാം ചെയ്യണം അല്ലെങ്കിൽ അക്കാഡമിക്കലി എന്താ ഇത്ര മാർക്ക് വാങ്ങിയാല്, അങ്ങനെ ടൂ മച്ച് ആയിട്ട് പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുക, ഇതെല്ലാം ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആണ് കേട്ടോ. യൂസസ് ഹാഷ് ഓർ സിവിയർ പണിഷ്മെന്റ്. കുട്ടികളെ വളരെ എന്താ പറയാ അതിക്രമം എന്നുള്ള രീതിയിൽ തന്നെ ഹാഷായിട്ട് കുട്ടികളെ അടിക്കുക, ഇത്തരം പണിഷ്മെന്റ്സ് കൊടുക്കുക, ഇതെല്ലാം പാരന്റ്സ് ചില പ്രോബ്ലംസ് ഉണ്ട് എന്ന് കാണിക്കുന്ന സൈൻസ് ആണ്. അടുത്തത് സ്കിൽസ് ടു ഡീൽ വിത്ത് ദ ചിൽഡ്രൻ അഫക്റ്റഡ് ബൈ വയലൻസ്. ഇനി നമ്മുടെ കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവരെ നമുക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മൾ അത്തരം കുട്ടികളോട് ഡീൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം കേട്ടോ. ലിസൺ കെയർഫുള്ളി ടു വാട്ട് ദേ ആർ സേയിങ്. എന്താണോ അവർ നമ്മുടെ അടുത്ത് പറയുന്നത് അത് വളരെ ക്ഷമയോടുകൂടെ എല്ലാ കോൺസെൻട്രേഷനും അവർക്ക് കൊടുത്ത് നമ്മൾ അവരെ കേൾക്കുന്നുണ്ട്, നമ്മൾ അവർക്കൊരു സപ്പോർട്ട് ആയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ നമ്മൾ അവരോട് എന്താ പറയാ നമ്മൾ അവരോട് കണക്ട് ചെയ്യുക. ഓക്കെ. ഗീവ് ദം ദ ടൂൾസ് ടു ടോക്ക്. വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സേഫ് എൻവയോൺമെന്റ് കൊടുക്കുക. നമ്മളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ കുട്ടികളിൽ വരുത്തണം. നമ്മൾ വളരെ കൈൻഡ്നെസ് ആയിരിക്കണം, അവരോട് ജഡ്ജ് ചെയ്യാതിരിക്കുക, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ആ ഒരു ജഡ്ജിങ് ഇല്ലാതാക്കുക. വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു 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 സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക, അതിൽ നിന്നും അവർ ആൻസർ പറയും അല്ലെ. അവരുടെ ഫീലിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടെങ്കിൽ അവർ വളരെ ഫ്രീ ആയിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളോ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളോ നമ്മളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യും അല്ലെ. ലെറ്റ് ദം നോ ദേ ഡിഡ് ദ റൈറ്റ് തിങ് ബൈ ടെല്ലിങ് യു.
അതായത് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരോട് നമ്മൾ പറയാം, നീ ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഓപ്പൺ ആയി പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്, നീ ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, നിന്റെ പ്രശ്നമല്ല എന്നുള്ള തരത്തിൽ കുട്ടികളോട് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് കഴിയണം. എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ്, അതായത് ആ ഒരു കോൺവേഴ്സേഷനിൽ കുട്ടിക്ക് എല്ലാ തരത്തിലും നമ്മളോടൊരു റിയൽ ട്രസ്റ്റ് കാണിക്കണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുട്ടി കാണിക്കണം, അല്ലെ? ഒരു തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ ഞാൻ ഇത് വേറെ ആരുടെങ്കിലും പോയി പറയുമോ, എന്നെ വിശ്വസിക്കാൻ പാടോ എന്നുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. ടോക്ക് കൈൻഡ്ലി ആൻഡ് ലിസൺ വെൽ സോ ദാറ്റ് ദേ ഫീൽ സേഫ് ടു ഷെയർ മോർ. വളരെ കൈൻഡ് ആയിട്ടിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തതയോടുകൂടെ കേൾക്കുക, എമ്പതിയോടുകൂടെ കേൾക്കുക. അപ്പൊ അവർക്കത് നമ്മളൊരു സേഫ് പ്ലേസ് ആണെന്നും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആ കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, പ്രൊവൈഡിങ് കാം ആൻഡ് സ്റ്റേബിൾ എൻവയോൺമെന്റ്സ്. അതായത് യൂസ് സിമ്പിൾ വേർഡ്സ് വെൻ ടോക്കിംഗ് അബൌട്ട് വയലൻസ്. നമ്മളൊരു കുട്ടി നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ്, അല്ലെ? അപ്പോ നമ്മൾ ഭയങ്കര വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് അതിക്രമമാണ് നേരിട്ടത്, അവർ നിന്നെ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ അങ്ങനെയൊന്നും ചോദിച്ച് കുട്ടീനെ നമ്മൾ പ്രശ്നത്തിലാക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കുട്ടീനെ എന്താ പറയാ, നമ്മൾ കുട്ടീനെ ഫീൽ ചെയ്യിപ്പിക്കാത്ത തരത്തിൽ നമ്മൾ അവരുടെ സംസാരിക്കാൻ പറ്റണം. ക്രിയേറ്റ് സേഫ് ആൻഡ് കാം പ്ലേസ് ഫോർ ചിൽഡ്രൻ. ഒരു കംഫർട്ടബിൾ ആയിട്ട് കുട്ടിക്ക് ഇരുന്ന് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, കുട്ടിക്ക് സേഫ് ആണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും കുട്ടികളടുത്ത് സംസാരിക്കാം. ഡോണ്ട് മേക്ക് ആൻ അബ്യൂസ്ഡ് ചൈൽഡ് ഫീൽ ഗിൽറ്റി. ഇഫ് എ ചൈൽഡ് ഹാസ് ബിൻ അബ്യൂസ്ഡ്, ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട് ആൻഡ് ദേ ഷുഡന്റ് ബി ബ്ലെയിം. അതായത് ആ കുട്ടിക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെ നടന്നല്ലോ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇങ്ങനെ നടന്നല്ലോ എന്നുള്ള ഒരു ഫീൽ കുട്ടിയിൽ തോന്നാൻ പാടില്ല. അവരെ ഒരിക്കലും ബ്ലെയിം ചെയ്യാതെ ഇത് അവരുടെ തെറ്റല്ല എന്നുള്ള തരത്തിൽ ആ കുട്ടിക്ക് എല്ലാം തുറന്നു പറയാൻ നമ്മളോട് കഴിയണം. എൻകറേജ് ചിൽഡ്രൻ ടു റിപ്പോർട്ട് അബ്യൂസ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അബ്യൂസ് അവർ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടായിരിക്കണം. തുറന്നു പറയാനുള്ള അത്തരം ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ ഉണ്ടാവണം. എൻകറേജ് ചെയ്യണം നമ്മൾ കുട്ടികളെ ഇതെല്ലാം തുറന്നു പറയാൻ, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൽപ്പ് ചിൽഡ്രൻ ഹു ഹാസ് ബീൻ അബ്യൂസ്ഡ്. ഇൻ കേസ് എന്തെങ്കിലും വയലൻസ് നേരിട്ട കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതിന്നും പുറത്ത് വരാനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ കൊടുക്കുക, അല്ലെ? ബൈ ഹെൽപ്പിംഗ് വിത്ത് ദം എക്സസൈസ്, ഡീപ് ബ്രീത്തിങ്, റെഗുലർ ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് സ്ട്രെസ്. ഇതെല്ലാം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവർ തിരിച്ചു വരാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റിപ്പോർട്ടിംഗ് അബ്യൂസ് ക്വിക്ലി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഒരു കുട്ടി നമ്മളടുത്ത് വന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു അബ്യൂസ് നേരിടേണ്ടി വന്നു എന്നുള്ളത്, അത് നമ്മൾ അതിന്റെ ഹയർ അതോറിറ്റിനോട് റിപ്പോർട്ട് ചെയ്യുക, അല്ലെ? ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പും കൗൺസിലിംഗ് സപ്പോർട്ടും ആ കുട്ടിക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പെട്ടെന്ന് കൗൺസിലിംഗും മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയാൽ ആ കുട്ടി മേ ബി കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്ത് ബാക്ക് ടു ലൈഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. ലിസൺ കെയർഫുള്ളി. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു തരത്തിലും ഒരു കുട്ടി ഒരു സ്റ്റോറി നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതിനിടയിൽ കയറി അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ ഇന്ററപ്റ്റ് ചെയ്യാതെ ആ കുട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് എന്താ പറയാ ക്ഷമ കാണിക്കുക. ആ കുട്ടീനെ നമ്മൾ വിശ്വസിക്കുക, അല്ലെ? ഷോ കെയർ ആൻഡ് കൺസേൺ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഹെൽപ്പ് ദം ഫീൽ സേഫ്. ഒരു സേഫ് ആൻഡ് ഹാപ്പി അല്ലെങ്കിൽ ഒരു സേഫ് പ്ലേസ് ആണെന്നുള്ളത് ആ കുട്ടിക്ക് തോന്നണം. ഇനി what is the role of teachers and other professionals in diagnosing and reporting suspected cases of child abuse and neglect? അതായത് ഇത്തരം ഒരു പ്രശ്നം നേരിട്ട കുട്ടീനെ ഡീൽ ചെയ്യുമ്പോൾ ഒരു ടീച്ചറിന്റെ റോൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷണലിന്റെ റോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ആ കുട്ടീനെ നേരിടേണ്ടത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ടീച്ചേഴ്സ് ഓഫൺ സീ ചൈൽഡ് അബ്യൂസ്. Teachers spend a lot of time with children, so they are in the good position to notice sign of abuse or neglect. നമുക്കൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, കോളേജ് അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടീച്ചേഴ്സ് ആണ്, അല്ലെ? അതുകൊണ്ട് തന്നെ തന്റെ കുട്ടി എന്തെങ്കിലും ഒരു അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിന് തന്നെയല്ലേ. സോ റെക്കഗ്നൈസിങ് അബ്യൂസ് ഇസ് എ കീ. അത് നമ്മൾ മനസ്സിലാക്കുക. കുട്ടികൾ കാണിക്കുന്ന സൈനിൽ നിന്നും അവർ ചില ഇൻഡിക്കേഷൻസ് തരും. അവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസോ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടി എന്തായാലും തുറന്നു കാണിക്കും. അത് മനസ്സിലാക്കാൻ ടീച്ചർക്ക് സാധിക്കണം. ടീച്ചേഴ്സ് ആസ് ഇമ്പോർട്ടന്റ് റിപ്പോർട്ടേഴ്സ്. ചൈൽഡ് അബ്യൂസ്
കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ക്രിയേറ്റിംഗ് എ സേഫ് എൻവയോൺമെന്റ്. നമ്മുടെ ക്ലാസ് റൂം കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറ്റാനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറ്റാനും സാധിക്കണം ടീച്ചേഴ്സിന്. സപ്പോർട്ടിങ് ഫാമിലീസ്. ഇനി നമുക്ക് ഫാമിലീസിന്റെ ഹെൽപ്പും ചോദിക്കാം അല്ലെ. നമ്മൾ മാത്രം വിചാരിച്ചാൽ കുട്ടികളെ കംഫർട്ട് ആക്കാൻ പറ്റുമോ? ഇല്ല. ചൈൽഡ് അബ്യൂസ് ഇല്ലാതാക്കാനും ഇത്തരം നെഗ്ലക്ട് ഫാമിലീസിൽ നിന്നും ഇല്ലാതാക്കാനും നമുക്ക് ഫാമിലീസിന്റെ അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിന്റെ സപ്പോർട്ട് കൂടെ ചോദിക്കാം. അവരുടെ സപ്പോർട്ട് കൂടെ നമുക്ക് വേണം. എഡ്യൂക്കേറ്റ് അബൌട്ട് ഡിഫറൻസസ്. അതായത് നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. പല ഇനിക്വാളിറ്റീസ്, അതായത് എല്ലാ കുട്ടികളും ഈക്വൽ ലെവൽ ആയിരിക്കില്ല. പല ഡിഫറൻസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കാൻ ഒരു ടീച്ചർക്ക് സാധിക്കണം. ക്രിയേറ്റ് വെൽക്കമിങ് ക്ലാസ് റൂം. ഓൾറെഡി പറഞ്ഞതാണ്, സേഫ് ക്ലാസ് റൂം കൊടുക്കാൻ സാധിക്കണം. ലിസൺ ടു ചിൽഡ്രൻ. കുട്ടികൾ എന്തെങ്കിലും കാര്യം വന്ന് പറയുകയാണെങ്കിൽ അവരുടെ കൺസേൺ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കണം. ഹെൽപ്പ് ചിൽഡ്രൻ കോപ്പ്. അതായത് ഇനി ഒരു കുട്ടി ഒരു ഇഷ്യൂ വന്ന് നമ്മളടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ബ്ലെയിം ചെയ്യാതെ ആ കുട്ടിക്ക് എല്ലാ വേണ്ട സപ്പോർട്ടും കൊടുക്കാൻ ടീച്ചർക്ക് സാധിക്കണം. സപ്പോർട്ട് ചിൽഡ്രൻസ് റിക്കവറി. ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടായ കുട്ടികൾക്ക് പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ എന്തായാലും എൻഷുവർ ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. ഓക്കെ. റിമൈൻഡ് ചിൽഡ്രൻ ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്. കുട്ടികളുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറയാ, അവരുടെ അടുത്ത് പറയാ ഇത് നിങ്ങളുടെ പറഞ്ഞു കൊടുക്കാനും അതിൽ നിന്നും കുട്ടിക്ക് ഒരുപാട് മുന്നോട്ട് വരാൻ സാധിക്കും നമ്മുടെ ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉണ്ടെങ്കിൽ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്? എന്താണ് ഈ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്ന് നോക്കാം കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് സപ്പോർട്ട് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് കോപ്പ് വിത്ത് ഇമോഷണൽ ആൻഡ് മെന്റൽ ചാലഞ്ചസ് എസ്പെഷ്യലി ആഫ്റ്റർ എ ക്രൈസിസ്. ഒരു കുട്ടി എന്തെങ്കിലും ഒരു അബ്യൂസോ ക്രൈസിസോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ബാക്ക് ടു ലൈഫിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇമോഷണലി സ്റ്റേബിൾ ആവാൻ അല്ലെങ്കിൽ മെന്റലി ചാലഞ്ചിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. This section focuses on providing special support for children who have experienced difficult situation. പല തരത്തിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നേരിട്ട കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ അവരുടെ എയിം. ഇറ്റ് ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ബിൽഡ് റെസിലിയൻസ്, മാനേജ് ഇമോഷൻസ് and maintain healthy relationship within their community. It addresses both mental and social needs. അതായത് ഇത്തരം ക്രൈസിസ് നേരിട്ട കുട്ടികൾക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരാനും അവർക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എല്ലാവരുടെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ഇമോഷൻസിനെ അവർക്ക് മാനേജ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഹൂ നീഡ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്? ആർക്കാണ് ഇത്തരം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടികൾക്ക് ഇത്തരം സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സൈക്കോളജിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഇമോഷണലി പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾക്കാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആവശ്യമുള്ളത്. അതായത് എക്സ്ട്രീംലി എന്തെങ്കിലും ട്രോമ ഫേസ് ചെയ്യുന്ന കുട്ടികള്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഒരു തരത്തിലുള്ള കെയറോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത കുട്ടികൾക്കൊക്കെയാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മളൊരു കുട്ടീനെ എന്താ പറയാ, ആ കുട്ടിയുടെ വെൽബീയിങ് ഓക്കെ അല്ല, ഇമോഷണലി ആ കുട്ടിക്ക് നല്ലൊരു വെൽബീയിങ് ഇല്ല നമ്മൾ പറയാ എപ്പോഴാണ്? എന്താണ് വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോവർട്ടി അല്ലെ, ഇൽനെസ്, എന്തെങ്കിലും ഒരു അസുഖം, വീട്ടിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, നെഗ്ലക്റ്റ് നേരിടുന്ന കുട്ടികൾ, ഇത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് ആ കുട്ടിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് എല്ലാം എഫക്ട് ചെയ്യുന്ന കുട്ടികളെയാണ് വെൽബീയിങ് അല്ല, അവരുടെ വെൽബീയിങ് ഓക്കെ അല്ല എന്ന് പറയുന്നത്. സോ ഇത്തരം പ്രോബ്ലംസ് നേരിടുന്ന കുട്ടികൾക്കെല്ലാം സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ഒരു സോഷ്യൽ സപ്പോർട്ടിന്റെ എയിമും കേട്ടോ. നീഡ് ഓഫ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രോമ അനുഭവിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസോ നെഗ്ലക്റ്റോ ഇൽനെസ് എല്ലാം അനുഭവിക്കുന്ന കുട്ടികൾക്കാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് വേണ്ടത്. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഇസ് വൈറ്റൽ. ഇറ്റ്സ് എ കീ പാർട്ട് ഓഫ് ആൻ എമർജൻസി റെസ്പോൺസ് ടു ഹെൽപ്പ് ചിൽഡ്രൻ ഹീൽ ഇമോഷണലി അല്ലെ. അതായത് വളരെ പെട്ടെന്ന് ഒരു കുട്ടീനെ
ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മുറിവ് നമുക്ക് ഇല്ലാതാക്കാനോ ഇമോഷണലി ആ കുട്ടീനെ ഒരു ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയോ ചെയ്യുന്നതിനെയാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓൾ ചിൽഡ്രൻ നീഡിങ് സപ്പോർട്ട് ഷുഡ് റിസീവ് പ്രൊഫഷണൽ സൈക്കോളജിക്കൽ ഹെൽപ്പ്. എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്ന കുട്ടികളെ, എന്തെങ്കിലും വൾണറബിലിറ്റി നേരിടുന്ന കുട്ടികൾക്ക് എല്ലാം ഇത്തരം ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമാണ് അല്ലെ. ഹീലിംഗ് ഫ്രം ട്രോമ, അവരുടെ മേ ബി പാസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആ കുട്ടീനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കും. വീണ്ടും നല്ല റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ നമുക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത്തരം ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ക്യാൻ ബോത്ത് പ്രിവെന്റ് ഫ്യൂച്ചർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഹെൽപ്പ് വിത്ത് കറന്റ് ട്രോമ. കറന്റ്ലി ആ കുട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഫ്യൂച്ചറിൽ ആ കുട്ടി നേരിടാൻ പോകുന്ന എല്ലാ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളിൽ നിന്നും ആ കുട്ടീനെ പ്രിവെന്റ് ചെയ്യാനും സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന് സാധിക്കും ട്ടോ. ഇനി എന്താണ് നമ്മൾ കുട്ടികളെ ഇത്തരം ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് ടു ലൈഫ് എത്താൻ വേണ്ടി നമ്മൾ അവർക്ക് സഹായം കൊടുക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്? സ്ട്രെങ്തൻ കോപ്പിംഗ് സ്കിൽസ്, ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ഡീൽ വിത്ത് ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേരിടുന്ന കുട്ടികൾക്ക് അതിൽ നിന്നെല്ലാം അവർക്ക് എന്താ പറയാ മുന്നോട്ട് വരാനും ഒരു സ്ട്രെങ്തൻ, അവരുടെ ഒരു ലൈഫിൽ എല്ലാ ടൈപ്പ് ഓഫ് ഒരു സ്ട്രെങ്തനും ഇത്തരം കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ഒക്കെ ആ കുട്ടികൾ ഭയങ്കര ഒരു ഹെൽത്തി ഡെവലപ്മെന്റ് കാണിക്കും. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ബിക്കം സ്ട്രോങ്ങർ ആൻഡ് കോപ്പ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. എല്ലാ തരത്തിലും കുട്ടികളെ സ്ട്രോങ് ആക്കാനും എന്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലും അതിനെല്ലാം കമ്മപ്പ് ചെയ്യാനും ഇത്തരം സപ്പോർട്ട് കിട്ടുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് സാധിക്കും കേട്ടോ. ഐഡന്റിഫൈ റിസ്ക്. ഇനി ഇത്തരം സോഷ്യൽ സപ്പോർട്ട് ഓൾറെഡി പണ്ട് തൊട്ടേ കിട്ടിപ്പോരുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു റിസ്ക് സിറ്റുവേഷൻ, അതിന് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നെല്ലാം അവർക്ക് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ റീബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ചിൽഡ്രൻസ് ആൻഡ് അഡൽട്സ്. എല്ലാവരുമായിട്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യാനും അഡൾട്ടിനോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതെല്ലാം ഇത്തരം കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. പ്രൊവൈഡ്സ് റൂട്ടീൻ, ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് നോർമലിസം ആൻഡ് റൂട്ടീൻ. നല്ല എന്താന്ന് വെച്ചാല് ഇത്തരം സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്ന കുട്ടികളിൽ ഒരു ഓവറോൾ അവരുടെ ഡെവലപ്മെന്റും അവരുടെ ഇമോഷണൽ ഫിസിക്കൽ കണ്ടീഷൻസും എല്ലാം സ്റ്റേബിൾ ആയിരിക്കും. അവർക്കൊരു കറക്റ്റ് റൂട്ടീൻ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടാണ് ആ കുട്ടികൾ മുന്നോട്ട് പോവുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നാലും അതിനെ വളരെ ധൈര്യത്തോടുകൂടെ ഡീൽ ചെയ്യാൻ ആ കുട്ടികൾ സ്ട്രോങ്ങർ ആയിരിക്കും. അതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ അവർക്ക് തന്നെ കഴിയും. സപ്പോർട്ട് കെയർ ഗീവേഴ്സ്, ഇറ്റ് ഹെൽപ്സ് പാരന്റ്സ് ആൻഡ് കെയർ ഗീവേഴ്സ് ഫീൽ മോർ നോർമൽ ഇൻ ചലഞ്ചിങ് സിറ്റുവേഷൻസ്. അതായത് ഇത്തരം സപ്പോർട്ട് കിട്ടുന്ന കുട്ടികൾ വളരെ എന്താ പറയാ അവര് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ബാക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരിക്കില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സിന് അത് വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണല്ലേ. തന്റെ കുട്ടി എല്ലാ തരത്തിലും സ്ട്രോങ് ആണ്, എല്ലാ ഒരു സിറ്റുവേഷനോടും കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. സോ കുട്ടികള് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും. അതിനെല്ലാം ഡീൽ ചെയ്യാൻ ആസ് ടീച്ചേഴ്സ്, ആസ് കമ്മ്യൂണിറ്റി, ആസ് നമുക്ക് സാധിക്കും. അത് എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് തന്റെ കുട്ടി നേരിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് എന്തായാലും ഒരു വാർണിംഗ് സൈൻ ആ കുട്ടികൾ കാണിക്കും. അതിൽ നിന്നും അത് മനസ്സിലാക്കി കുട്ടികളുമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കി അവരെ അതിൽ നിന്നും ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ ആസ് എ ടീച്ചർ നമുക്ക് സാധിക്കണം കേട്ടോ. സോ ചൈൽഡ് അബ്യൂസ് നടന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം നമ്മൾ ഡീൽ ചെയ്യുക. ആസ് ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആസ് പാരന്റ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സെഷൻ 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി സെഷൻ 2 വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. സെഷൻ 2 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.